നമസ്കാരം ഏവർക്കും കേട്ടോ. വളരെ വിചിത്രവും രസകരവുമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് മേഘാലയയിൽ അഡോൾഫ് ഹിറ്റ്ലറെ ജോൺ എഫ് കെന്നഡി അറസ്റ്റ് ചെയ്തു. 2008 ഈ പത്രവാർത്ത കണ്ട് ജനം അമ്പരന്നു. ഇപ്പോൾ 2008 ഇലക്ഷൻ പ്രചരണം ചൂട് പിടിച്ച് നടക്കുന്ന സമയം, അതായത് ലോക്സഭാ ഇലക്ഷൻ പ്രചരണം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ അന്നത്തെ ഇലക്ഷൻ കമ്മീഷനാണ് രസകരവും വിചിത്രവുമായിട്ടുള്ള ഈ സംഭവം പങ്കുവയ്ക്കുന്നത്. 2008 മേഘാലയയിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന സമയം ഇലക്ഷൻ പ്രചരണങ്ങളൊക്കെ കൊടുമ്പിരി കൊള്ളുന്നു. അവിടുത്തെ NCP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കട്ടാ അഡോൾഫ് ഹിറ്റ്ലർ എങ്ങനെ ഇവിടെ മത്സരിക്കാൻ വന്നു? അപ്പോൾ ഈ അഡോൾഫ് ഹിറ്റ്ലർ ഒരു ഇലക്ഷൻ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തു, വിട്ടയച്ചു. അപ്പോൾ അറസ്റ്റ് ചെയ്ത പോലീസിൻ്റെ പേര് കേട്ടാലുണ്ടല്ലോ നമുക്ക് വീണ്ടും അത്ഭുതം വരും. മറ്റൊന്നുമല്ല, ആ പോലീസിൻ്റെ പേരാണ് ജോൺ എഫ് കെന്നഡി. അപ്പോൾ ഇന്നെങ്ങാനുമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളൊക്കെ അതൊന്ന് ആഘോഷിച്ചേനെ, അതൊന്ന് വൈറലാക്കിയിട്ട് എല്ലാവരും മൊത്തത്തിലൊന്ന് ആഘോഷിച്ചേനെ. അപ്പോൾ അന്നത്തെ ഇലക്ഷനിൽ ഈ അഡോൾഫ് ഹിറ്റ്ലർ വിജയിക്കുന്നു. അദ്ദേഹം കഴിഞ്ഞ വർഷം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു. തൻ്റെ അച്ഛൻ ബ്രിട്ടീഷ് സൈന്യത്തിലെ അംഗമായിരുന്നുവെന്നും അഡോൾഫ് ഹിറ്റ്ലറെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു, അതുകൊണ്ടാണ് തനിക്ക് അഡോൾഫ് ഹിറ്റ്ലർ എന്ന പേരിട്ടത് എന്നാണ് നമ്മുടെ ഹിറ്റ്ലർ പറയുന്നത്. അപ്പോൾ തനിക്ക് ഈ പേരിട്ടത് കൊണ്ട് തൻ്റെ നാട്ടിൽ തനിക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ താൻ ഒരു വിദേശയാത്രയിൽ പെട്ടുപോയി. അതായത് ഒരു നാളിൽ ന്യൂയോർക്ക് വിമാനത്താവളത്തിൽ ഇദ്ദേഹത്തെ 1 മണിക്കൂർ തടഞ്ഞു വെച്ചു. അപ്പോൾ അവർക്ക് US കസ്റ്റംസിന് മനസ്സിലായി ഇത് യഥാർത്ഥത്തിലുള്ള ഒരു അഡോൾഫ് ഹിറ്റ്ലറോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ദുഷ്ടനോ ഒന്നുമല്ല, ഇതൊരു സാധാരണ മനുഷ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സന്തോഷപൂർവ്വം ഹസ്തദാനമൊക്കെ കൊടുത്ത് വിട്ടയക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? അഡോൾഫ് ഹിറ്റ്ലറെ ജോൺ എഫ് കെന്നഡി അറസ്റ്റ് ചെയ്യുന്നു. കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമ്മുടെ പഴയ അഡോൾഫ് ഹിറ്റ്ലറും ജോൺ എഫ് കെന്നഡിയൊക്കെ ആയിരിക്കും. അവരൊക്കെ അത് 2008 നടന്ന സംഭവമാണ് കേട്ടോ.